നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ദേശീയപാതയിൽ വട്ടപ്പാറയിൽ ഉള്ളിയുമായി വന്ന ലോറി മറിഞ്ഞ് അപകടം. പരിക്ക് പറ്റിയ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി വിജയകുമാറിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ 3 പേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം കോലളമ്പ് സ്വദേശി പ്രശാന്ത്, പൊന്നാനി സ്വദേശി അൻസാർ, ചങ്ങരംകുളം മാട്ടം സ്വദേശി നൌഷാദ് അലി എന്നിവരെയാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം അരക്കുപറമ്പ് പുത്തൂരിലെ ആലിയാർ ഖാലിദിന്റെ മകൻ മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത്. 1 മാസം മുമ്പ് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ചേളാരിയിൽ KSRTC ബസിന് പിറകിൽ കാറിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസിന് പിറകിലാണ് കാറിടിച്ചത്. പ്രളയവും ഉരുൾപൊട്ടലും മൂലം ചാലിയാർ തീരം ഇടിയുന്നത് പോത്തുകല്ലിലെ പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി. 2019 ഉരുളിൽ ഒഴുകിയെത്തിയ പ്രളയജലം തകർത്തതിനെ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിജീവനത്തിന്റെ വഴി തേടുന്നതിനിടയിലാണ് മേപ്പാടി ഉരുൾപൊട്ടലിൽ വീണ്ടും ദുരിതം വിതച്ചത്. നാടുകാണി ചുരത്തിൽ തകർന്ന ഭാഗത്തിന്റെ പുനർനിർമ്മാണം 5 വർഷം പിന്നിടുമ്പോഴും നടത്താനായില്ല. പുനർനിർമ്മാണം നടത്തുന്നതിനായി വിദഗ്ധ സംഘത്തിന്റെ പഠനം നടത്തുന്നതിന് ചെലവിട്ടത് 30 ലക്ഷം രൂപയാണ്. പഠനം നടത്തി റിപ്പോർട്ട് ലഭിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും മരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി വഴിയുള്ള നവീകരണം പുരോഗമിക്കുന്നു. എക്സലേറ്റർ നിർമ്മാണം കൂടി കഴിയുന്നതോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതി വഴിയുള്ള നവീകരണം പൂർത്തിയാകും. പുല്ലിപ്പുഴയ്ക്ക് കുറുകെ മുനമ്പത്ത് കടവ് പാലം നിർമ്മാണത്തിന് 5.31 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പി അബ്ദുൽ ഹമീദ് MLA അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.